അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി ആപ്ലിക്കേഷൻ പോലും കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. മുസ്ലിം യൂത്ത് ലീഗ് ഇരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് പരാതി കൊടുത്തത്. ആ പരാതിയിന്മേൽ ദിവസങ്ങൾ കഴിഞ്ഞു. 4-ാം ദിവസം 5-ാം ദിവസമാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. അതിനുശേഷം അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി കോട്ടയം ജില്ലാ കോടതിയെ സമീപിച്ചു. ജില്ലാ കോടതിയിൽ പ്രോസിക്യൂട്ടറെ കൂടാതെ യൂത്ത് ലീഗിന്റേതായ ഭാഗം പറയുന്നതിന് വേണ്ടി ഡിഫൻഡ് ചെയ്യുന്നതിന് വേണ്ടി വക്കീലിനെ വെച്ചു വാദം പറഞ്ഞു. ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അതിനുശേഷം PC ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അവിടെയും സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് S. രാജീവ് വളരെ കൃത്യമായി കോടതിയെ കൺവിൻസ് ചെയ്തു. ഇതിനൊക്കെ ശേഷം ഹൈക്കോടതി നടപടികൾക്കൊക്കെ ശേഷം ഒളിവിൽ പോകുന്നു, ചില ഇളവുകൾ ചോദിച്ച് പോലീസിനെ സമീപിക്കുന്നു. പക്ഷേ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ കബളിപ്പിച്ചുകൊണ്ട് ബെട്ടിലിട്ടുകൊണ്ട് ഇന്ന് കോടതിയിൽ ഹാജരായി. ഒടുവിൽ പോലീസിന്റെ കൈകളിലേക്ക് തന്നെ കോടതി കൊടുക്കുകയാണ്. പക്ഷേ കോടതിയിൽ പോലീസ് ചില അപാകതകൾ നടത്തിയതായി നമ്മൾ കോടതി കാര്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി. എന്താണ് കോടതിക്കകത്ത് നടന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നിരസിച്ചതിന് ശേഷം മണിക്കൂറുകളും ദിവസങ്ങളും PC ജോർജ് നാട്ടിലുണ്ടായിരുന്നു. പോലീസ് അദ്ദേഹത്തെ പിടിക്കാൻ തയ്യാറായില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ നാടകീയമായ രംഗങ്ങളുണ്ടായി. ഇന്ന് രാവിലെ 10:15 മണിക്ക് വരെ നിങ്ങളെല്ലാവരും ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്നല്ലോ. എന്താ പറഞ്ഞത്? 9:30-10 മണിയോടുകൂടി ഞാൻ പോലീസിൽ കീഴടങ്ങും. അദ്ദേഹം ഇവിടെ 10:50 ഇരാറ്റുപേട്ട കോടതിയിൽ വന്നു. കോടതി കേസ് ആദ്യം വിളിച്ചപ്പോൾ തന്നെ വീണ്ടും വിളിക്കുമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച കേസ്. 12 മണിക്ക് കേസ് വിളിച്ചു. 12 മണിക്ക് കേസ് വിളിച്ചപ്പോഴത്തേക്കും ഇരാറ്റുപേട്ട പോലീസിന്റെ യാതൊരു മെറ്റീരിയൽസും ഇല്ല. അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി ആപ്ലിക്കേഷൻ പോലും കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂട്ടർ കേസിൽ വാദം പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, കേസിൽ മുമ്പ് സമാനമായ പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. പാലാരിവട്ടം കേസിലെ ക്രൈമിൽ ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞു, ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം വീണ്ടും ഹൈക്കോടതിയുടെ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് പരാമർശം നടത്തിയ ഒരു കോടതി അലക്ഷ്യം നിലനിൽക്കെ ആ സംഭവത്തിൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് കോടതി ഇരാറ്റുപേട്ട മജിസ്ട്രേറ്റ് പോലീസിനോട് നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ചോദിച്ചപ്പോൾ യാതൊരു മെറ്റീരിയൽസും ഇല്ല. ഈ പ്രതിയെ കസ്റ്റഡിയിലേക്ക് വിടുന്നതിനുള്ള കസ്റ്റഡി ആപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് സമയം കൊടുത്തു. 1:30 മണി വരെ സമയം കൊടുത്തു. ഉച്ച കഴിഞ്ഞ് ആഫ്റ്റർ 2:30 മണി വരെ സമയം ചോദിച്ചു. കോടതി 1:30 സമയം പറഞ്ഞ് അവസാനം 2 മണി വരെ സമയം വെച്ചു. എന്നിട്ട് അതിലും വലിയ രസകരമായ സംഭവം ഉണ്ടായത് 2 മണിക്ക്, ഞാൻ ആ സമയത്ത് മുഴുവൻ കോടതിയിലുണ്ടായിരുന്നു. കോടതിയിൽ ഓൺലൈനിൽ ഹൈക്കോടതി അഭിഭാഷകൻ രാജീവ് സാർ ഹാജരായി. APP ഇന്നിവിടെ APP ലീവായിരുന്നു. APPയും ഓൺലൈനിലാണ് ഹാജരായത്. 2 മണിക്ക് കേസ് വിളിച്ചപ്പോഴത്തേക്കും അവർ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത കസ്റ്റഡി ആപ്ലിക്കേഷൻ അത് പ്രോപ്പർ അല്ല എന്ന് കണ്ട് കോടതി വീണ്ടും എന്ത് ചെയ്തു, അത് പ്രോപ്പർ ആയിക്കൊണ്ട് വരാൻ പറഞ്ഞു. അതിൽ അറ്റസ്റ്റേഷൻ ഇല്ലാന്ന് കണ്ടു. അപ്പോൾ ചെറുതായിട്ടൊരു വീഴ്ചയല്ല ഇത്, ആസൂത്രിതമായി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വളരെ ഗൗരവപരമായ ഒരു വീഴ്ചയായിട്ടാണ് യൂത്ത് ലീഗ് ഈ സംഭവത്തെ കാണുന്നത്. അത് ചെറിയൊരു ആരോപണമല്ല. പ്രത്യേകിച്ച് യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാണ് ഞാൻ. ഈ കേസിൽ ഇരാറ്റുപേട്ട കോടതിയിൽ ഇന്ന് കേസ് അപ്പീൽ ചെയ്തപ്പോഴത്തെ ഞാനാണ് ആ കേസ് അപ്പീൽ ചെയ്തത്. ബഹുമാനപ്പെട്ട രാജീവ് സാറ് ഓൺലൈനിൽ വന്നിരുന്നു. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ നിയമപരമായി മാത്രമേ ഈ കാര്യത്തിൽ പോകുള്ളൂ. അദ്ദേഹം ഇന്ന് 3 ഓപ്ഷനാവുള്ളത്. ഒന്ന് സറണ്ടർ ആവുക, ഇല്ലെങ്കിൽ പോലീസിന് പിടികൊടുക്കുക, അല്ലെങ്കിൽ മൂന്നാമത്തെ സുപ്രീം കോടതിയിൽ ബെയിലിന് പോവുക. നമ്മൾ സുപ്രീം കോടതിയിൽ കാവിയേറ്റ് വരെ ഫയൽ ചെയ്തിരുന്നു യൂത്ത് ലീഗ്. ആ നിലയിലേക്ക് നമ്മൾ നിയമപരമായ എല്ലാ സംവിധാനങ്ങളും ചെയ്താണ് മുന്നോട്ട്. ഏതായാലും ഇവിടെ സാധാരണക്കാരന് വേണ്ടിയും മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടിയും ശബ്ദിക്കാൻ ഇവിടെ ജുഡീഷ്യറി ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈരാറ്റുപേട്ട മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കൃഷ്ണപ്രമൻ സാറിന്റെ ഒരു വിധി. അതായത് നിയമത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പോലീസ് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തിയിട്ട് പോലും കോടതിയുടെ ഭാഗത്തുണ്ടായ ഒരു നീതിയുക്തമായ നടപടി എന്നാണോ യൂത്ത് ലീഗ് കരുതുന്നത്? തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒത്തുകളിയോ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഉണ്ടായാലും ഇത് സമൂഹത്തിലുണ്ടായ ഒരു ഡാമേജ് ചെറുതല്ലോ. ഈരാറ്റുപേട്ട എല്ലാവർക്കും അറിയാം. ഈരാറ്റുപേട്ട ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. 15 വർഷം ജനപ്രതിനിധിയായിരുന്ന ആളാണ് ഞാൻ. 22 കൊല്ലമായി ഈരാറ്റുപേട്ട കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ് ഞാൻ പറഞ്ഞു വന്നു. ഈരാറ്റുപേട്ട എത്രയോ ക്രിസ്ത്യൻ സഹോദരങ്ങൾ താമസിക്കുന്നു, എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ താമസിക്കുന്നു. ഈ പ്രദേശത്ത് ഈരാറ്റുപേട്ട നഗരസഭയ്ക്കുള്ളിലോ പുറത്തോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മതസ്ഥർക്ക്
ഇരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഇവിടെ ജീവിക്കുന്നതിനോ സ്വൈര്യ ജീവിതത്തിനോ എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കും. ജോർജിന്റെ ഈ ചർച്ചയിൽ പറഞ്ഞത് ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമല്ല. അല്ലല്ല ഞാൻ ആദ്യം പറഞ്ഞ ഈരാറ്റുപേട്ടയെ മുസ്ലിങ്ങളെ കുറിച്ചാണ് അദ്ദേഹം തുടക്കം മുതൽ ഒന്നല്ലല്ലോ ഹൈക്കോടതി പരാമർശിച്ചത് അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണെന്നാണ്. ഇത് കുറെ കാലമായി പുള്ളി പറയുന്നു. ആദ്യം ഈരാറ്റുപേട്ടയെ കുറിച്ച് ആദ്യം പറയുന്നത്, പിന്നീടാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്, നിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്നാണ്.